ഹലോ, നമുക്കിന്ന് കളർഫുള്ളായിട്ടുള്ളൊരു കുടയുണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒറിഗാമി പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റ്, സിസർ, ഗം, സ്കെച്ച് പെൻ. അതിനായി ഒരു ഫുൾ A4 ഷീറ്റ് പേപ്പർ എടുത്ത് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗം മടക്കി സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്കായിട്ട് ഒരു പ്രാവശ്യം കൂടി മടക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതേപോലെ ക്രോസ് ലൈനായിട്ട് കിട്ടും. ഇനി ഈ സ്ക്വയറിൻ്റെ പകുതിയായിട്ട് മടക്കി കൊടുക്കാം. രണ്ട് വശത്തോട്ടും മടക്കാം. ഇപ്പം നമുക്ക് 4 സൈഡിലായിട്ട് ഡയമണ്ട് ഷേപ്പിൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിങ്ങനെ മടക്കിയെടുക്കാം. മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 സൈഡും ഓപ്പൺ ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ വശത്തു നിന്നും ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വലുതാക്കി വലിയൊരു ട്രയാങ്കിൾ ആക്കാം. അതിൻ്റെ പകുതി മടക്കി കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമോയെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ മാത്രം ശ്രദ്ധിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ വളരെ പതുക്കെയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ അടുത്ത വശവും ചെയ്തെടുക്കാം. ആദ്യം 2 ട്രയാങ്കിൾ ഉണ്ടാക്കാം. എന്നിട്ട് അതിലൊരു ട്രയാങ്കിൾ ഇതേപോലെ വലുതാക്കി എടുത്ത് അതിൻ്റെ നേർ പകുതിയാക്കി മടക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും പോർഷനാണ് ചെയ്തത്. ഇനി 2 സൈഡിലുള്ള ഭാഗങ്ങൾ കൂടി ഇതേപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി നമ്മൾ ആ ട്രയാങ്കിൾ പോർഷൻ അവസാനിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് അത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിൻ്റെ പകുതിക്കേന്ന് വെച്ച് 2 സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ചെറിയൊരു രീതിയിൽ മാത്രം 2 സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അത് പതുക്കെ ഇതേപോലെ ഇങ്ങനെ നിവർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും കിട്ടുക. അതിൻ്റെ 2 ട്രയാങ്കിളിൻ്റെ നടുവിലുള്ള ആ ഒരു ഭാഗം മാത്രം ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക.
ഫുള്ളായിട്ട് മടക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ട്രയാങ്കിൾ വന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നടുവിലായിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തത് 2 ട്രയാങ്കിളിൻ്റെ നടുവിലുള്ള ഭാഗമാണ് മടക്കിയത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആ ട്രയാങ്കിളിൻ്റെ തന്നെ നടുവിലുള്ള ഭാഗമാണ് മടക്കുന്നത്. ഫുള്ളായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ മടക്ക് വന്ന ഭാഗങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് ചേർത്ത് കൊണ്ടുവരാം. കണ്ടോ? എന്നിട്ട് സാവധാനം അതൊന്ന് നിവർത്തി കൊടുക്കാം. ഫുള്ളായിട്ട് നിവർത്തരുത്, ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കാം. അത് നമ്മൾ ഇതുപോലെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ സൈഡിലായിട്ട് ഇതേപോലെ ഗമ്മ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് രണ്ടിൻ്റെയും മുകൾ വശങ്ങൾ മാത്രം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ മടക്ക് പോവാതെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. കണ്ട, ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഒരു സ്റ്റാൻഡും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ക്രിസ്മസ് ട്രീ ആയി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കുടയുടെ കാലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി പേപ്പർ ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയപ്പോൾ കിട്ടിയ ബാക്കി പേപ്പർ അതെടുത്തിട്ടാണ് ഇതേപോലെ ചുരുട്ടി കൊടുത്ത് കാലായിട്ട് ഉണ്ടാക്കേണ്ടത്. അതിനെ 2 സൈഡും കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുടയുടെ മുകൾ വശം, അതിൻ്റെ ടോപ്പും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗവും ഇതിൻ്റെയും ചെറിയൊരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഒരു ഹോള് പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ കുടയുടെ കാലെടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ലൂസായി പോരാതിരിക്കാനായിട്ട് നമ്മൾ ഗമ്മ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ഒരു പേപ്പർ എടുക്കാം. ഇത് ഞാൻ 1 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുമാണ് പേപ്പർ എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 പേപ്പറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ആദ്യം മുകളിൽ ടോപ്പ് പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നടുവിലെ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. താഴെ എടുത്തിരിക്കുന്നത് 1.5 സെൻറ്റിമീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കുടയുടെ മെക്കാനിസം കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതിനായിട്ട് ഇതേപോലെ നിവർത്തി മടക്കി നോക്കുക. ഇനി അതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കണം. അത് 3 സെൻറ്റിമീറ്ററിലുള്ളൊരു സ്ക്വയറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് മടക്കിയതുപോലെ തന്നെ 2 സൈഡിലേക്കും ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ട്രയാങ്കിൾ ആക്കിയിട്ട് ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. അതുപോലെ നമുക്ക് 16 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. പിന്നെ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ആ ഫ്ലവറിൻ്റെ നടുവിൽ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് ഗം ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ? അങ്ങനെ എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കുട? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.